ഹായ് ഗൈസ്, ഇന്നൊരു വീക്കെൻഡാണ്. വീക്കെൻഡായിട്ട് സാധാരണ ഞാൻ പുറത്തൊക്കെ പോകാറുണ്ട്. ഇന്ന് ഞാൻ അധികം പുറത്തൊന്നും പോകാത്തത് കൊണ്ട് എന്താ പറയുക, ഭയങ്കര ഒരു ബോറിങ് ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ പുറത്ത് പോകാത്ത ദിവസങ്ങളിൽ ഞാൻ നോർമലി ചെയ്യാറുള്ളത് ഹോംവർക്കാണ്. ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഹോംവർക്ക്. അത് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ ഞങ്ങൾക്ക് കുറേ ഹോംവർക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു സാധനമാണ് ഹോംവർക്ക്. പക്ഷേ എനിക്ക് ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യണ എന്ത് പണിക്കും ഞാൻ ഹോംവർക്ക് എന്ന് പറയും. സോ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കുകയാണെങ്കിലും അതിന് ഹോംവർക്ക് എന്ന് പറയും. സോ ഇന്ന് ഞാൻ പുറത്തൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ റൂമിൽ തന്നെ ഇരുന്ന് കുറച്ച് ഹോംവർക്ക് ചെയ്തു. ബിക്കോസ് എൻ്റെ റൂമൊക്കെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചു ബിക്കോസ് ഓഫ് ദി സമ്മറിൽ ഡസ്റ്റ് ഇങ്ങനെ റോഡ് സൈഡിലായതുകൊണ്ട് ഫുൾ പൊടിയായിരുന്നു. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു സ്റ്റഡി ലിറ്റിൽ ബിറ്റ് കമ്മിങ് സ്റ്റഡിയോ ഞാൻ പഠിക്കാനൊരു വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ പോലെ ജോലി ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കയറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. സോ ബാച്ചിലറായ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാച്ചിലേഴ്സ് തന്നെയാണ്. സോ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്തോ സാധനമൊക്കെയാണ്. എക്സാമിൻ്റെ തീയതി എടുത്തു തുടങ്ങി. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ മെല്ലെ നോക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ. സാധാരണ ഞാൻ പഠിക്കാറുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ 2-3 ദിവസം മുമ്പാണ്. ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ പഠിക്കുകയാണ്. ബിക്കോസ് ഈ എക്സാമൊക്കെ എങ്ങനെയാലും പാസ്സാവണം. എനിക്ക് മടുത്തു പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇനി പഠിക്കാൻ പോകും. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വേറൊരു കോഴ്സ് എടുത്ത് പഠിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് സ്റ്റുഡൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി ലൈഫാണ്. നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരാളായത് കൊണ്ടും കുറേ സമയം എനിക്ക് പഠിക്കാൻ കൊതിയുള്ളത് കൊണ്ടും ലാപ്ടോപ്പിൽ അടിച്ചു പോയിരുന്നു. സോ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെ ഇവിടെ കുറേ ബുക്കും പേപ്പർ പെൻസിലും റബ്ബറും സ്കെയിലും വെച്ചിട്ട് പഠിക്കേണ്ട ഒരു സിസ്റ്റം അല്ല ഇവിടെ. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അക്കാഡമിക്സ് റൈറ്റിംഗ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു തീസിസ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് എടുത്തിട്ടുള്ള ഒരു കോഴ്സ് എങ്ങനെ ചെയ്യാം, ഒരു ബുക്ക് നമുക്ക് എങ്ങനെ എഴുതാം, അതിൻ്റെ റെഫറൻസ് എങ്ങനെ എഴുതാം, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കൊക്കെയാണ് ഈ ഒരു എക്സാമിൽ ഞാൻ കവർ ചെയ്യണത്. സോ ഇതിന് ശേഷമാണ് ഞാൻ എൻ്റെ തീസിസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ യെസ് ഐ വിൽ ഡു ദാറ്റ്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തരാം. ഞാൻ ഇതൊക്കെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളും അപ്ഡേറ്റ് ആവുക. അല്ലാതെ നിങ്ങൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് റീലും കണ്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ആവില്ല. നിങ്ങൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. തേങ്ങയ്ക്കല്ല പറയണേ. വേറെ പണിയൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. വെറുതെ ഇരുന്ന സമയം കളയാം. കുറേ ആൾക്കാർ റീലും തോണ്ടി മോശം. സോ സിസ്റ്റം ഒന്നും അധികം ഞാൻ തൊടാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഫുൾ പൊടിയായിരുന്നു. പഠിക്കണ സമയം ഞാൻ നോക്കിയപ്പോൾ ഫുൾ പൊടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഫുൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഒരു പൊടി പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ക്ലീനിങ് ആയിരുന്നു ഞാൻ നടത്തിയത്. ബട്ട് ഞാൻ പൊടി കണ്ടുപിടിച്ചു.